അഡ്വക്കേറ്റ് അനിൽ വിളയിൽ 1997 EK നായനാരാണ് മാർപ്പാപ്പയെ സന്ദർശിച്ച ആദ്യ കേരള മുഖ്യമന്ത്രി. അന്ന് പിണറായി വിജയനും കൂടെയുണ്ടായിരുന്നു. പിണറായി അടുത്ത മാസം ആദ്യം വീണ്ടും വത്തിക്കാനിലെത്തുമ്പോൾ അതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയല്ലേ സംശയിക്കേണ്ടത്? തീർച്ചയായിട്ടും കേരള ഖജനാവിനെ മുച്ചൂടും മുടിക്കുന്ന കാലുമാറിയായിട്ടുള്ള KV തോമസ് എന്ന് പറയുന്ന ആള് ഡൽഹിയിലെ കേരളത്തിന്റെ അംബാസഡർ ആണ് എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ യാതൊരു പ്രയോജനവും അദ്ദേഹത്തിനെ കൊണ്ടില്ല എന്നുള്ളത് പ്രതിദിനം നമുക്ക് കിട്ടുന്ന ചിത്രങ്ങൾ കൊണ്ട് വ്യക്തമാണ്. പക്ഷെ അദ്ദേഹം കേരളത്തിന്റെ അംബാസഡർ ആണ്. വത്തിക്കാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഭരണാധികാരി മാർപ്പാപ്പയാണ്. മാർപ്പാപ്പയുടെ അംബാസഡർ ഒന്നും അല്ലല്ലോ അദ്ദേഹമാണ് ഇത്തരത്തിലെ ഒരു നയതന്ത്ര പ്രാധാന്യമുള്ള വിഷയത്തില് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കൈമുത്താൻ അദ്ദേഹത്തിനോടൊപ്പം ചെല്ലുന്ന 16 പേർക്കും പാസ് കൊടുത്തുകൊണ്ട് ഈ മാർപ്പാപ്പയുടെ കൈമുത്താൻ അവസരമുണ്ടാക്കി കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ്, ക്രൈസ്തവ സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്. വളരെ വ്യക്തമാണ്. കാരണം കേരള സമൂഹത്തില് ഇവർക്കറിയാം, കേരളത്തിലെ ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും ഹിന്ദുവിനെ തിരിഞ്ഞു നോക്കാനും ഹിന്ദുവുമായി ബന്ധപ്പെട്ട ആചാര പദ്ധതികളെയോ അനുഷ്ഠാനങ്ങളെയോ തിരിഞ്ഞു നോക്കാൻ അവർക്ക് സമയമില്ല എന്നുള്ളത് കഴിഞ്ഞ കുറെ ദിവസമായി നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം പുരോഹിതൻ നടത്തിയൊരു യാത്രയുണ്ട്, ജമാഅത്ത് യാത്രയുണ്ടായിരുന്നു. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ നടത്തിയ യാത്രയുടെ ഉദ്ഘാടകൻ ജോൺ ബ്രിട്ടാസ് MP ആയിരുന്നു. അതിന്റെ സമാപന പരിപാടിയിൽ ഇടതുപക്ഷത്തിരുന്ന ഇദ്ദേഹത്തിന്റെ പേര് കാന്തപുരത്തിന്റെ ഇടതുമുന്നണിയുടെ നേതാവായിരുന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും വലതുവശത്തിരുന്നത് കേരളത്തിലെ വലതു മുന്നണിയുടെ നേതാവായ VD സതീശനുമാണ്. പക്ഷേ ഇതേ സമയത്ത് തന്നെ കേരളത്തിലെ ഹിന്ദുത്വത്തിന്റെ ഒരു ഉണർവിന്റെ പ്രതീകമായി നടന്ന തിരുനാവായ കുംഭമേളയില് ഈ കേരളത്തിലെ ഒരു ഇടത് നേതാവോ ഒരു വലതു നേതാവോ പോയില്ല എന്നുള്ളത് കാണുമ്പോഴാണ് ഹിന്ദുവിനോട് ഇക്കൂട്ടർ കാണിക്കുന്ന അവജ്ഞ ഇവരെ എന്തെങ്കിലും രീതിയിൽ ബ്രാൻഡ് ചെയ്യപ്പെടുമോ, ഞങ്ങൾക്ക് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാതെ വരുമോ, ഞങ്ങൾ സംഘികളുടെ പിറകെ പോകുന്നു പേരുദോഷം വരുമോ തുടങ്ങിയ ചിന്തകള് കേരളത്തിലെ ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കുമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അതിനെ മറികടക്കാൻ വേണ്ടി കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് ഏതെങ്കിലും രീതിയിൽ സംഘടിപ്പിക്കണം എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ പ്രതിപുരുഷനായിട്ടുള്ള ശ്രീ KV തോമസ് ഡൽഹിയിലെ കേരളത്തിന്റെ ചെല്ലും ചെലവും ഞാനും താങ്കളും ഉൾപ്പെടെയുള്ള വ്യക്തികൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ TA എഴുതി എടുത്തുകൊണ്ട് നടക്കുന്ന ആ മാന്യന് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തതെന്ന് പറഞ്ഞാൽ ശുദ്ധ തോന്നിയവാസം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതേ സാഹചര്യത്തിൽ തന്നെ നമ്മൾ നോക്കണം, കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായ വീണ ജോർജ് ഓർത്തഡോക്സ് സഭയുടെ തുമ്പമൺ ഭദ്രാസനം സംഘടിപ്പിച്ച നസ്രാണി സംഗമത്തിന്റെ മുൻനിരയിൽ നിൽക്കുകയായിരുന്നു. ഇങ്ങനെ കത്തോലിക്കരെ വേണം, അതേപോലെ തന്നെ ഓർത്തഡോക്സ് സഭയെ വേണം, മലങ്കര സഭയെ വേണം, ഇവരെ എല്ലാം കൂടെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുക എന്നുള്ളതാണ് CPM-ന്റെയും പിണറായി വിജയന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിനു വേണ്ടി ഏത് നെറികെട്ട പ്രവൃത്തിയും കാണിക്കാൻ കഴിവും തന്റേടവുമുള്ള ഒരു വ്യക്തിയാണ് KV തോമസ്. ആദ്യമായിട്ട് മീനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന തിരുത എന്നാണല്ലോ അദ്ദേഹത്തിന് വിളിക്കുന്നത് തന്നെ. യാതൊരു മടിയുമില്ല, അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. തിരുത കൊടുത്തുകൊണ്ട് AICC ആസ്ഥാനത്ത് കടന്നു ചെന്ന് എങ്ങനെയാണ് നേതാവായെന്ന് തെളിയിച്ചൊരു വ്യക്തിയാണ് KV തോമസ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം എന്താ ചെയ്തത്? മാർപ്പാപ്പയുടെ പേപ്പൽ കാര്യാലയത്തിലെ ചുമതലക്കാരനായ മോൺസിഞ്ചിയോർ ലിയാനാർഡോ സാപ്പിയൻസിനെ കണ്ടിട്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഒന്ന് കൈമുത്താന് ഒരവസരം ഉണ്ടാക്കി തരുമോ, ഞങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം 14 മന്ത്രിമാരും പിന്നെ ഞാനും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെ 16 പേര് വരും, ഞങ്ങൾക്ക് ഒരു പാസ് സംഘടിപ്പിച്ച് തരാമോ എന്ന് ചോദിച്ച ഗതികേട് എന്ന് പറയുന്നത് കേരള മുഖ്യമന്ത്രി അദ്ദേഹം എപ്പോഴും പറയുന്നതാണല്ലോ. ഞങ്ങൾ മതപുരോഹിതന്മാരുടെയും സമുദായ നേതാക്കന്മാരുടെയും ഒന്നും കാല് തിരുമാനോ അവർ താമസിക്കുന്നിടത്ത് പോകാനോ ഒന്നും ഞങ്ങൾ ഒരിക്കലും തയ്യാറല്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കേരള മുഖ്യമന്ത്രി. അദ്ദേഹം സോഷ്യൽ എഞ്ചിനീയറിംഗിൽ കൂടി ക്രൈസ്തവ വിഭാഗത്തിലെ എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവരുടെ വോട്ട് നേടുക. നമ്മൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. ആ സമയത്തായിരുന്നു സിറ്റിസൺഷിപ്പ് ആക്ടും അതുപോലെ തന്നെ നിയമങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ആ സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി കോഴിക്കോട് തൊട്ട് കൊല്ലം വരെയുള്ള സർവ്വ കടപ്പുറങ്ങളിലും ഇസ്ലാമിക വിശ്വാസികളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഈ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന് പൗരത്വ ബില്ലിനെതിരായിട്ടും ഒക്കെ സംസാരിച്ചു. അവരുടെ വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു അദ്ദേഹം അപ്രകാരമൊക്കെ ചെയ്തത്. പക്ഷേ ദയനീയമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് മാത്രം നേടാനാണ് അവർക്ക് ഭാഗ്യമുണ്ടായത്. അതോടുകൂടി ആ പരീക്ഷണം
പൊളിഞ്ഞു. ഞാൻ പറഞ്ഞാലൊന്നും കേരളത്തിലെ മുസ്ലിം സമുദായം അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിനും LDFനും വോട്ട് കുത്തില്ല എന്ന് പിണറായി മനസ്സിലാക്കി. അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ ഉപദേശം കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ക്രൈസ്തവരെ പിടിച്ചിരിക്കുകയാണ്. നമ്മൾ നോക്കൂ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ LDFലെ പ്രധാന ഘടകകക്ഷികളിൽ ഒന്നായിട്ടുള്ള മാണി കോൺഗ്രസ് ജോസ് കെ മാണി ചാഞ്ചാടി നിന്നല്ലോ. ആ ചാഞ്ചാടി നിന്ന സമയത്ത് അദ്ദേഹത്തിന് എന്താ വാഗ്ദാനം കൊടുത്തത്? കേരളത്തിലെ കന്യാസ്ത്രീകൾക്ക് ഞങ്ങൾ പെൻഷൻ കൊടുത്തുകൊള്ളാം, KM മാണി സ്മാരകത്തിന് ഇത്ര ലക്ഷം രൂപ തന്നുകൊള്ളാം തുടങ്ങിയ മതപരമായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഇടത് മുന്നണിയുടെ കൂടെ നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അതേ ഒരു പൊളിറ്റിക്കൽ തന്ത്രം, ഒരു നിലവാരമില്ലാത്ത തന്ത്രം കേരളത്തിലെ മുഖ്യമന്ത്രി ഈ മാർപ്പാപ്പയുടെ കൈമുത്താൻ പോകുക എന്ന് പറയുന്ന അതിദയനീയമായ ഒരു ചിത്രം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കേരളത്തിലെ ഇത്തരത്തിലുള്ള വർഗീയ പ്രസ്ഥാനങ്ങൾക്ക്, വർഗീയ ശക്തികൾക്ക് വീണ്ടും വളക്കൂറ ഉണ്ട് എന്ന് തെളിയിച്ച് അധികാരത്തിൽ കൂടെ മൂന്നാം വട്ടവും എങ്ങനെയും കടിച്ചു തൂങ്ങണമെന്നുള്ള പിണറായിയുടെ ഒരു അതിമോഹമാണ് ഇതിന്റെയൊക്കെ പിറകിലുള്ളത്. ഈ KV തോമസിനെ അടിച്ച് പുറത്താക്കുക തന്നെ വേണം. അയാൾ ലക്ഷങ്ങൾ MLA പെൻഷനും MP പെൻഷനും മേടിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് കാലുമാറി വന്നിട്ട് നമ്മളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് മതപ്രവർത്തനം നടത്തുന്ന ആ KV തോമസിനെ ഈ ഡൽഹിയിലെ കാര്യാലയത്തിൽ നിന്ന് അടിച്ചിറക്കി വിടേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വ്യക്തികളാണ് മുഖ്യമന്ത്രിക്ക് പൊളിറ്റിക്കൽ സെക്രട്ടറി, ഇത്തരത്തിലുള്ള ഡൽഹിയിലെ സെക്രട്ടറി. ഇവരെയൊക്കെ കേരള സമൂഹം കൈകാര്യം ചെയ്യുന്ന ദിനങ്ങൾ അതിവിദൂരമൊന്നുമല്ല. അതുകൊണ്ട് ഈ നാണം കെട്ട പരിപാടിക്ക് പോയ കേരളം ഈ കൈമുത്തിയാലൊന്നും കിട്ടില്ല. ഒരു സ്ഥലത്തുകൂടെ അവര് ഇസ്ലാമിക വിശ്വാസികളെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്രവാദ സ്വഭാവമുള്ള വെൽഫെയർ പാർട്ടി, SDPI തുടങ്ങിയ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്ലാമിക സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്നു. ഇപ്പുറത്ത് മാർപ്പാപ്പയുടെ കൈമുത്തിക്കൊണ്ട് ക്രൈസ്തവ സോഷ്യൽ മാനേജ്മെന്റ് നടക്കുന്നു. ഇതൊന്നും കേരള സമൂഹം അംഗീകരിച്ചു കൊടുക്കത്തില്ല. ഇതൊന്നും വോട്ടായി മാറത്തില്ല. അത്ര നെറുകേട് കാണിക്കുന്ന ഒരു പ്രസ്ഥാനമായി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായി ഹിന്ദുവിനെ താങ്ങാൻ ഇവിടെ ആരുമില്ല. LDFലെ സതീശനുമില്ല, രമേശ് ചെന്നിത്തലയുമില്ല, LDFലെ പിണറായിയുമില്ല, UDFലെ സതീശനും ഇല്ല എന്നുള്ളത് ദിനം പ്രതി വരുന്ന വാർത്തകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കും. കഴിഞ്ഞ കുറെ നാളായിട്ട് കേരളത്തിലെ അജണ്ടകൾ ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട് കറങ്ങിയാണ്. ഹിന്ദുവിന് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള അതിദയനീയമായ അവസ്ഥ സൃഷ്ടിക്കുകയാണ്. ഓരോരോ വിവാദങ്ങൾ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ അതിന്റെ രണ്ടാം ഘട്ടത്തിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം.